നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. ജവാൻ, അന്നപൂരാണി തുടങ്ങിയ സിനിമകളാണ് നടിയുടേതായി പുറത്തെത്തിയത്. എന്നാൽ അന്നപൂരാണി നടിക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. അന്നപൂരാണി സിനിമയിലെ മതനിന്ദ ആരോപിച്ച് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി നയൻതാരയ്ക്കെതിരെ കേസ് വന്നിരിക്കുന്നുവെന്നാണ് പുതിയ വിവരം. അന്നപൂരാണി ചിത്രത്തിന്റെ സംവിധായകൻ, നിർമ്മാതാവ്, നെറ്റ്ഫ്ലിക്സ് അധികൃതർ എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു വലതുപക്ഷ സംഘടന സമർപ്പിച്ച പരാതിയെ തുടർന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രതികൾ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുകയും ശ്രീരാമനെ അനാദരിക്കുകയും സിനിമയിലൂടെ ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. നയൻതാര, സംവിധായകൻ നിലേഷ് കൃഷ്ണ, നിർമ്മാതാക്കളായ ജതിൻ സേത്തി, R രവീന്ദർ, നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ കണ്ടന്റ് ഹെഡ് മോണിക്ക ഷെർഗിൽ എന്നിവരുൾപ്പെടെ 7 പേർക്കെതിരെയാണ് ഹിന്ദു സേവാ പരിഷത്ത് ഒംതി പരാതി നൽകിയിരിക്കുന്നത്. വലതുപക്ഷ സംഘടനകളായ ബജ്റംഗ് ദളും ഹിന്ദു IT സെല്ലും നയൻതാരയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ ഇത് കൂടാതെ വേറെ 2 പരാതികളും നൽകിയിട്ടുണ്ട്. ഹിന്ദു സേവാ പരിഷത്തിന്റെ സ്ഥാപകനും പ്രസിഡന്റുമായ അതുൽ ജസ്വാനിയാണ് ജബൽപൂരിൽ പരാതി നൽകിയിരിക്കുന്നത്. അന്നപൂരാണി ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തിയെന്നും സനാതന ധർമ്മത്തെ അപമാനിച്ചുവെന്നും ശ്രീരാമനെതിരെ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ നടത്തിയെന്നും ഹിന്ദു സേവാ പരിഷത്ത് ആരോപിച്ചു. ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളായി അഭിനയിക്കുന്ന നയൻതാര ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുൻപ് ഹിജാബ് ധരിച്ച് നമസ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ സിനിമയിലുണ്ട്. നയൻതാര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സുഹൃത്ത് അവളെ മാംസം മുറിക്കാൻ നിർബന്ധിക്കുന്നു. ക്ഷേത്രത്തിൽ മാംസം ആകാമെന്നും അതിനു കുഴപ്പമില്ലെന്നും പ്രചരിപ്പിച്ചു. ഹിന്ദു ദൈവങ്ങൾ മാംസാഹാരികൾ എന്നുവരെ പ്രചരിപ്പിച്ചു. ശ്രീരാമനും സീതാദേവിയും മാംസം കഴിച്ചിരുന്നുവെന്ന് അവകാശപ്പെടുന്നു. മുസ്ലിം പുരുഷന്മാർ ഹിന്ദു പെൺകുട്ടികളെയും സ്ത്രീകളെയും മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചുപയോഗിക്കുന്ന ലവ് ജിഹാദ് എന്ന പദമാണ് സിനിമ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ജസ്വനി ആരോപിച്ചു. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി തന്റെ ആഗ്രഹം പോലെ ലോക പ്രശസ്ത ഷെഫ് ആകുന്നതാണ് അന്നപൂരാണിയുടെ ഇതിവൃന്തം. ഡിസംബർ 1 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. എന്നാൽ സിനിമയിലെ ചില രംഗങ്ങൾ വിവാദത്തിന് കാരണമാകുകയായിരുന്നു. ചിത്രത്തിൽ രാമായണത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ പരാമർശമുണ്ട്. ഇതിനു പുറമെ മതപരിവർത്തനത്തിന് പ്രോത്സാഹനമാകുന്ന രംഗങ്ങളും ചിത്രത്തിലുണ്ട്. ഇതേ തുടർന്നാണ് ചിത്രത്തിനെതിരെ പരാതി ഉയർന്നത്. എന്നാൽ ചിത്രത്തിൽ പറയുന്നത് പോലെ ശ്രീരാമനും സീതയും മാംസാഹാരി ആയിരുന്നില്ല. സിനിമയിലൂടെ നയൻതാര ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു. ഹിന്ദുക്കളുടെയും അവർ പരിപാവനമായി കരുതുന്ന ആചാരങ്ങളും അവഹേളിച്ചുവെന്നാണ് പ്രധാന വാദം. ഇതിന് പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് MP കാർത്തിക് ചിദംബര രംഗത്തെത്തിയിരുന്നു. രാമൻ മാംസാഹാരവും കഴിച്ചിരുന്നതായി പറഞ്ഞ MP രാമായണത്തിലെ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കൊണ്ടാണ് പ്രതികരിച്ചത്. ഇഷ്ടഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ അസ്വസ്ഥരാകുന്നവർക്ക് സമർപ്പിക്കുന്നു എന്ന കുറിപ്പോടെയാണ് കാർത്തിക് ചിദംബരം രാമായണത്തിലെ ഭാഗങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിവാദം. പരാതിക്കാരിൽ ചിലരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനിടെ വിവാദങ്ങൾക്കിടെ ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളായ സി സ്റ്റുഡിയോസ് മാപ്പ് പറയുകയും സിനിമ ഹിന്ദുക്കളുടെയും ബ്രാഹ്മണരുടെയും വികാരം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.